ഈ സന്ധിവാതമുള്ളവർ അല്ലെങ്കിൽ വാത സംബന്ധമായ അസുഖമുള്ളവർ ഈ തണുപ്പ് കാലമാണല്ലോ ഇപ്പോൾ. അപ്പോൾ എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടത്? അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അവർ മരുന്നുകൾ കൃത്യമായി എടുക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ തണുപ്പ് കാലമാകുമ്പോൾ ചെറിയൊരു വാദം കൂടാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. ഒരു ചെറിയൊരു ഫ്ലെയർ അപ്പ് ഉണ്ടാകും. ചിലപ്പോൾ ചില ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് നമ്മൾ കുറച്ച് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് തണുപ്പ് കാലമാകുമ്പോൾ കുറച്ചൊന്ന് കൂടാം. സോ നമ്മൾ ആദ്യം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ വാദത്തിന് മരുന്ന് കറക്റ്റായി എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വളരെ തണുപ്പ് ഉള്ള സമയത്ത് ചിലവർക്ക് തണുത്ത വെള്ളത്തിൽ കൈ കാല് മുക്കുമ്പോൾ ചിലപ്പോൾ ഒരു തരിപ്പ് പോലെയോ അല്ലെങ്കിൽ ചിലവർക്ക് ഒരു ചെറിയൊരു ടെമ്പററി ആയിട്ടൊരു കളർ ചേഞ്ച്, ചെറിയൊരു നീല കളറും ചെറിയ വളരെ വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. റേനോക്സ് ഫിനോമിനൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടെങ്കിൽ നമ്മൾ ഗ്ലൗ ഉപയോഗിച്ചിട്ട് പാത്രങ്ങൾ കഴുകുക, അല്ലെങ്കിൽ തണുത്ത വെള്ളം ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കാം. ഇനി രാത്രി കിടക്കുമ്പോൾ നമുക്കൊരു സോക്സോ അഗെയിൻ ഹാൻഡ് ഗ്ലൗസ് പോലത്തെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ മോർണിംഗ് നമ്മൾ എണീക്കുമ്പോൾ ഭയങ്കര സ്റ്റിഫായിരിക്കും, നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതേ സമയത്ത് തന്നെ സന്ധിവാതമുള്ളവർക്ക് തരിപ്പ്, നമ്മൾ ടൈൽസ് കൂടെ നടക്കുമ്പോൾ ചിലവർക്ക് ചെരുപ്പില്ലാതെ നടക്കുമ്പോൾ തീരെ നടക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ ചെറിയ നെർവ്സ് ഇൻവോൾവ് ആയിരിക്കും, ചെറിയ ചെറിയ ഞരമ്പുകൾ ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചെരുപ്പ് വീട്ടിൻ്റെ ഉള്ളിൽ ടൈൽസ് ഉള്ള സ്ഥലത്ത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ കിടക്കുമ്പോഴും അവർ സോക്സ് പോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കാം. സോ കുറച്ച് വാമായിരിക്കുന്നതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. തണുപ്പ് എക്സ്പോഷർ വരുന്നത് കുറയ്ക്കാൻ നോക്കുക. അതേപോലെ തന്നെ ചിലവർ തണുത്ത ആഹാരം ഇത് കൂട്ടുമോ എന്ന് ചിലവർക്ക് ഒരു ഡൗട്ടുണ്ട്. തണുത്ത ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി അത് കൂട്ടില്ല. പക്ഷെ ചിലവർക്ക് ചില മരുന്നുകൾ എടുക്കുമ്പം വയറിന് പറ്റായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. സോ യൂഷ്വലി ചൂടോടുകൂടി ഭക്ഷണം കഴിക്കുക. ഭയങ്കര തണുത്ത സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതാണ് യൂഷ്വലി നല്ലത്.